ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷവും ഇനി വരാനിരിക്കുന്ന, അതായത് അടുത്ത ആഴ്ചയിൽ നടക്കാൻ പോകുന്ന കുറച്ച് സംഭവങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പം ഞാൻ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഹൈപ്പൊക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അങ്ങനെ ദേ നമ്മുടെ വൈജയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അലീനയും രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ വന്നിരിക്കുകയാണ്. ഏതായാലും വന്നു. വൈജ ഇത് കണ്ടു. പറയാനില്ലല്ലോ, നമ്മുടെ അലീനയെക്കുറിച്ച് മാത്രമേ പറയാൻ വൈജയ്ക്ക് ഉള്ളൂ. അങ്ങനെ അലീനയെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രോഹിത്തിനോടും ബബിതയോടും അതുപോലെ കൃഷ്ണമോളോടും. രഞ്ജിനി അവിടെയുണ്ട്, രഞ്ജിനിയോടൊക്കെ ഇങ്ങനെ അവൾ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നതാണ്. അവളുടെ സ്വഭാവം ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മനു വന്നിട്ട്, അതെ ആൻറ്റി എന്താ പറഞ്ഞത്? ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാന്നോ? അലീനയോ? ആൻറ്റി അലീനയെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ അലീനയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവൾ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവൾ തന്നെയാണ്. അവൾ എൻ്റെ വീട്ടിൽ കയറിയോ അന്നു മുതൽ അവൾ ഓരോരുത്തരെ വശത്താക്കി ചിരിച്ചിട്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കഴുത്തറുത്തോണ്ടല്ലേ ഇരിക്കുന്നത്. എൻ്റെ കഴുത്തറുക്കുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി നടക്കാൻ പോകുന്നില്ല. ഇനി അവളുടെ ഒരു കളി എൻ്റെ അടുത്ത് നടക്കത്തില്ല. അവളെ വേണമെന്നുള്ളവർ അവളെ ചുമന്നുകൊണ്ട് നടന്നോ. പക്ഷേ അവളുള്ള ആ വീട്ടിലേക്ക് എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ പോവത്തില്ലടാന്ന് മനുവിനോട്. അപ്പം മനു പറഞ്ഞു, ആൻറ്റി എന്തിനാ ഇതുപോലെ വാശി പിടിക്കുന്നത്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അലീന അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്താ ആൻറ്റിക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അലീനയ്ക്ക് എന്താ പ്രശ്നം ഇപ്പം? അലീന എന്താ ആൻറ്റീനെ ചെയ്തത്? അലീന ആൻറ്റീനെ എന്തെങ്കിലും ചെയ്തോ? ഇനിയിപ്പം വേറൊരു ഹോം നേഴ്സിനെ കൊണ്ടുവന്നാലും ആ ഹോം നേഴ്സിനെ ആൻറ്റി അടിച്ചോടിച്ച് വിടുവോ? അപ്പം പിന്നെ അലീനയോട് മാത്രം ഇത്ര പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പം ആളോട് എനിക്ക് പ്രത്യേകതയുണ്ട്, അവളോടായും എനിക്ക് പ്രത്യേകതയുള്ളൂ. അവളെ വീട്ടിൽ കയറി വന്നത് വേലക്കാരി ആയിട്ടാ. അതേലോ നിങ്ങൾക്കറിയാലോ, നീ ആണല്ലോ അവളെ കൊണ്ടുവന്നത്. ഞാൻ പല വേലക്കാരികളെയും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒരെണ്ണത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവള് വേലക്കാരിയാന്ന് പറഞ്ഞ് വന്നിട്ട് ഇപ്പം വീട്ടിലെ വലിയ ഭരണാധികാരിയായില്ലേ. അതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ ഈ വൈജിക്ക് പറ്റത്തില്ല. വൈജിക്ക് അതൊന്നും കണ്ട് സഹിക്കേണ്ട ഒരാവശ്യമില്ല. വൈജ ആരുടെയും സഹായത്തോടു കൂടിയല്ല ജീവിക്കുന്നത്. വൈജിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കെൽപ്പുണ്ട്. അതുകൊണ്ട് വൈജയോട് ഇനിയിപ്പം മക്കൾക്ക് സ്നേഹമില്ലെങ്കിലും വൈജ ഇനിയിപ്പം നെടുമ്പുരയ്ക്ക് വീട്ടിൽ കയറാൻ പോകുന്നില്ല. പിന്നെ ഈ നിൽക്കുന്ന 3 മക്കളോടും എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ ഒരു ദിവസം അറിയും. അപ്പോഴേ നിങ്ങൾ ഈ അമ്മയുടെ വില മനസ്സിലാക്കത്തുള്ളൂ മക്കളെ. അല്ലാതെ നിങ്ങൾക്ക് ഈ അമ്മയുടെ വില അറിയത്തില്ല. അത് നിങ്ങൾ ഓർത്തോ എന്നൊക്കെ പറയണം. അപ്പം ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ രോഹിത്ത് പറയുന്നുണ്ട്, അമ്മ ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് ഞാനും ബബിതയൊക്കെ ഇത്രയും നാൾ അലീനയെ കണ്ടിരുന്നത്. അലീന ചേച്ചി ഞങ്ങൾ അലീന ചേച്ചിയോട് അങ്ങനെ തന്നെയാണ് പെരുമാറിയിരുന്നത്. പക്ഷേ ഇനി ഞങ്ങൾക്ക് അതിന് പറ്റത്തില്ല. അതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അതിനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഞങ്ങളുടെ ആവശ്യം അമ്മ ഞങ്ങളുടെ കൂടെ വരിക എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ ആവശ്യത്തേക്കാൾ കൂടുതൽ അലീന ചേച്ചിയുടെ ആവശ്യം തന്നെയാണ്. അലീന ചേച്ചിയെ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് തന്നെ. അതാ പറഞ്ഞത്, അവൾ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നു. അവൾ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വേറൊരാളായിട്ട് നിന്നിട്ട് അവളുടെ മനസ്സിൽ എന്താണെന്നറിയാമോ? എല്ലാവരുടെയും മുമ്പിൽ അവൾ വലിയ പതിവ്രത കളിക്കുക. എന്നിട്ട് അവൾക്ക് എന്നതാ അവൾ തിരിഞ്ഞ് നിന്ന് കൊഞ്ഞനം കുത്തുന്നവൾ. അവളെക്കുറിച്ച് നിങ്ങൾ ആരും എന്നോട് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞപ്പോൾ മനു പറഞ്ഞു, എന്തിനാ കൃഷ്ണമോളെ നീ കിടന്ന് എൻ്റെ വായിലെ വെള്ളം പറ്റിക്കാൻ പോകുന്നത്? ദേ ആൻറ്റി മനസ്സിൽ എന്തൊക്കെയോ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. അതൊരിക്കലും മാറ്റാൻ എന്നെക്കൊണ്ടോ നിന്നെക്കൊണ്ടോ ഇനി ആൻറ്റിയുടെ ആങ്ങളമാരെ കൊണ്ടോ ഈ പറയുന്ന ബാലചന്ദ്രൻ അങ്കിളിനെ കൊണ്ടോ പറ്റത്തില്ല. അതൊക്കെ മാറ്റണമെങ്കിൽ സ്വയമേ മാറണം. അതൊക്കെ സ്വയമേ മാറുന്നൊരു ദിവസം ആൻറ്റിക്ക് ഉണ്ടാകും. ആൻറ്റി അത് ഓർത്തോ? അന്ന് ആൻറ്റി ഇതൊക്കെ ഓർച്ച് പശ്ചാത്തപിക്കും എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പശ്ചാത്തപിച്ചോളാടാ, നിങ്ങളാരും അതിലേ കൂടണ്ട. പിന്നെ നിനക്ക് അലീനയോടുള്ളത് എന്താണെന്നും നീ അലീനയെ കൊണ്ടുവന്ന എന്തിനാണെന്നൊക്കെ എനിക്കറിയാം. ഇച്ചിരി തൊലിവെളുപ്പ് കണ്ടിട്ട് നീ അഹങ്കരിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും തൊലിവെളുപ്പോ? ഞാൻ തൊലിവെളുപ്പ് കണ്ടിട്ട് അഹങ്കരിക്കുന്നൊന്നുമല്ല. പിന്നെ അലീന എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ അലീനയെ ഉന്നം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മനു കരസ്ഥമാക്കിയിരിക്കും. അതിപ്പോൾ എങ്ങനെയാ ഏത് രീതിയിലാണെന്നൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ആൻറ്റി ഈ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടപ്പുണ്ടല്ലോ, ഇതിൻ്റെ ഒരു അന്ത്യം അത് ചിലപ്പോൾ ഇന്നും നാളെ ഒന്നും നടക്കില്ലായിരിക്കും. അത് പതുക്കെ ഒരു ദിവസം ഉണ്ടാവും, അതിനൊരു അന്ത്യം ഉണ്ടാവും. അന്ന് ചിലപ്പോൾ ആൻറ്റി വിചാരിക്കുന്നതിലും അപ്പുറം സംഭവങ്ങളൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഇന്നിതെല്ലാം ഒന്ന് ക്ഷമിച്ച് സഹിച്ചു പോകാൻ പറ്റുമെങ്കിൽ പോകുക. അതായിരിക്കും നല്ലത്. ക്ഷമയെ ആൻറ്റി ഏറ്റവും വലിയ മനുഷ്യൻ്റെ ഏറ്റവും വലിയ നല്ലൊരു ആയുധം എന്ന് പറയുന്നത് ക്ഷമ തന്നെയാണ്.
ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിച്ച് സഹിച്ച് പോവുക, അല്ലെങ്കിൽ പലതും നേരിടേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു അങ്ങ് പോയി കേട്ടോ. ഈ സമയത്ത് അവനല്ല, അവൻ്റെ അപ്പം വന്ന് പറഞ്ഞാൽ കൂടി എന്നെ നേരെയാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് നമ്മുടെ വൈജ നിൽക്കുന്നത്. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അലീനയെ മുത്തശ്ശീനെ കാണാനായിട്ട് റൂമിനകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അലീന മുത്തശ്ശീനെ കണ്ടിട്ട് ഒരുപാട് ദിവസങ്ങളായല്ലോ. അപ്പോൾ അലീനയും മുത്തശ്ശിയും തമ്മിൽ ഫോൺ പോലും വിളിക്കത്തൊന്നുമില്ല. മുത്തശ്ശി എന്ന് പറയുന്നത് നമ്മുടെ വൈജയുടെ അമ്മയാണേ. അപ്പോൾ അങ്ങനെ റൂമിനകത്തേക്ക് കയറി ചെല്ലുന്നു. റൂമിനകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി അലീനയെ കണ്ടതും ഇത് അലീനയോ മോളെ കയറി വാന്നും പറഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടി അലീനയെ അകത്ത് വിളിച്ചു. അലീന ചോദിച്ചു, എന്താ മുത്തശ്ശി സുഖം തന്നെ ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഇവിടുത്തെ സുഖത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണോ അലീനയെ, നിനക്കറിയത്തില്ലേ? പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് കഴിച്ചു കൂട്ടി അങ്ങ് പോകുന്നു. ഇവിടെ കമലയുണ്ടല്ലോ, അവൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല. പിന്നെ എന്തൊക്കെയോ ഇവിടെ നടന്നു പോകുന്നു. പിന്നെ മനു ഉള്ളത് കൊണ്ട് അവനിടയ്ക്ക് ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വന്ന് അന്വേഷിക്കുന്നുണ്ട് ഈ റൂമിൽ. പിന്നെ ഞാനിവിടെ കിടന്ന് ചത്താലും ചിലപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞേ അറിയത്തുള്ളൂ. മനു വരുന്ന ദിവസമേ ഇവിടെ അറിയത്തുള്ളൂ. കുറച്ച് നാളായിട്ട് മനു ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് സന്തോഷമാണ്. അല്ല, മോക്ക് അവിടെ സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ വിശേഷമൊക്കെ അറിഞ്ഞില്ല. എനിക്കവിടെ സുഖമൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് സുഖക്കുറവൊന്നുമില്ല. പിന്നെ അറിയാമല്ലോ അവിടുത്തെ ഏറ്റവും വലിയ വിശേഷം എന്താണെന്ന്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായി. ഇപ്പോൾ എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര കാര്യമാണ്. ബബിതയും രോഹിത്തും കൃഷ്ണമോളും എല്ലാവരും ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിനക്കതിനുള്ള മിടുക്കുണ്ടല്ലോ, നീ അതിനാണല്ലോ വന്നത് എല്ലാവരെയും ഇഷ്ടപ്പെടുത്താനായിട്ട്. അപ്പോൾ അലീന ഇങ്ങനെ ചിരിച്ചു കേട്ടോ. അല്ല, ഇപ്പോഴും വൈശയ്ക്ക് നിന്നോട് ദേഷ്യം തന്നെ അല്ലേ മോളെ എന്ന് പറഞ്ഞപ്പോൾ, അതൊക്കെ ശരിയാ, അതുകൊണ്ടാണല്ലോ മേഡം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. മേഡത്തിനെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞങ്ങൾ വന്നത്. രോഹിത്തും ബബിതയും കൃഷ്ണമോളും കൂടി ഒരുമിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ മേഡം തിരിച്ച് വരുമായിരിക്കും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അവളുടെ കാര്യം പറയാതിരിക്കുക മോളെ ഭേദം. അവൾ വിളിച്ചിട്ടുണ്ടെങ്കിലൊന്നും വരുന്നെന്നും എനിക്ക് തോന്നുന്നില്ല. അവളുടെ സ്വഭാവം എനിക്കെന്നല്ല, അങ്ങ് ദൈവം തമ്പുരാൻ വന്നാൽ പോലും മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല മുത്തശ്ശിക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ, എന്തിനാ വെറുതെ വാശിയും വൈരാഗ്യമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ കൂടി പോയിട്ടുണ്ടേ 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച ഞാൻ ഇവിടുന്ന് പൊക്കോളാന്ന് മേഡത്തിനോട് പറഞ്ഞപ്പോൾ മേഡത്തിന് ഇന്ന് രാത്രി തന്നെ ഞാൻ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് മുത്തശ്ശി ശരിയാവുന്നത്? എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെന്നേ, അതിനും കൂടെയല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം പിന്നെ അതൊന്ന് മനസ്സിലാക്കണ്ടേ മുത്തശ്ശിയുടെ മോള്? മുത്തശ്ശിയെങ്കിലും പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കാം. മോക്ക് ഭയങ്കര പിടിവാശിയാണ് കേട്ടോ. പിന്നെ അച്ഛൻ്റെ കാര്യം പറയേണ്ടതില്ല, പാവോ അച്ഛനെ ഇനി വേദനിപ്പിക്കാൻ പാടില്ല മുത്തശ്ശി. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒന്ന് സെറ്റായിട്ട് ഞാൻ ഇവിടുന്ന് പോകാമെന്ന് ഓർത്തിട്ട് അതിനെ സമ്മതിക്കുന്നില്ല. ഇപ്പം ആകെപ്പാടെ എന്താ പറയുക, എല്ലാം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. ഇപ്പം ഈ അലീന എല്ലാവർക്കും ഒരു ബാധ്യതയാവുമെന്നാണ് തോന്നുന്നു പറഞ്ഞപ്പോഴത്തേക്കും, എന്ത് ബാധ്യത? അലീന ആർക്കും ഒരു ബാധ്യതയാകാൻ പോകുന്നില്ല മോളെ. പിന്നെ അവർ തമ്മിലുള്ള കുറച്ച് ചേർച്ചയൊക്കെ ഉണ്ട്, സ്വരച്ചേർച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. അല്ല, ഈ പറയുന്ന എൻ്റെ മുത്തശ്ശി പറഞ്ഞായിരുന്നല്ലോ, അലീന ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ആ പ്രശ്നം ഒരു ദിവസം എന്നോട് പോകാമെന്നൊക്കെ മുത്തശ്ശി ആവശ്യപ്പെട്ടാണല്ലോ എന്ന് പറഞ്ഞപ്പം, അതൊക്കെ ഞാൻ ആ ഒരു സമയത്തെ ആ ഒരു ഇതുകൊണ്ട് പറഞ്ഞാൽ എനിക്ക് നിന്നോടുള്ള ഇഷ്ടക്കേടൊന്നുമല്ല. എന്ത് പറഞ്ഞാലും എൻ്റെ മോളാണല്ലോ അവൾ. അവർ രണ്ടുപേരും ഒരുമിച്ച് അവളുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്ന കാണാനാണല്ലോ മോളെ എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ മോളോട് ഇഷ്ടക്കേടൊന്നും ആയിട്ടല്ല. പിന്നെ മനു എന്നോടൊരു കാര്യമൊക്കെ വന്ന് പറഞ്ഞിരുന്നു, ചിലപ്പോൾ നീ ഇവിടുത്തെ വീട്ടുകാരിയാകാനും ചാൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, വീട്ടുകാരിയാകാനോ? മനു എന്നോടെല്ലാം വന്ന് പറഞ്ഞായിരുന്നു, മനുവിന് നിന്നോടൊരു ചെറിയ ഇഷ്ടമുണ്ടെന്നും. അതൊക്കെ കളമുത്തശ്ശി, ഞാൻ അതൊന്നും കാര്യമാക്കിയൊന്നും എടുത്തിട്ടില്ല. മനുവേട്ടൻ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നതല്ലേ. എനിക്ക് അങ്ങനെ വിവാഹമോ അതുപോലെ തന്നെ ഈ കുടുംബത്തിൽ ജീവിക്കണോ എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ബ്രിജിത്താമ്മേനെ പോലെ കുറച്ച് എന്താ പറയുക ശുശ്രൂഷയൊക്കെ ചെയ്ത് കുറച്ച് പേരെയൊക്കെ നോക്കി എല്ലാം എന്താ പറയുക, അങ്ങനെ എനിക്കിഷ്ടം. ആരുമില്ലാത്തവരുടെ അമ്മയായിട്ട് ജീവിക്കാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരുമില്ലാത്ത കുറേ പിള്ളേരെയൊക്കെ ഏറ്റെടുത്ത് ഒരു ചെറിയൊരു നികേതൻ ഒന്നും കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞാൻ വിവാഹ ജീവിതത്തിലേക്കൊന്നും പോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല. മനുവായിട്ട് ഓരോ പൊട്ടത്തരം പറഞ്ഞ് മുത്തശ്ശി തലയിൽ കയറ്റി വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇവരുടെ ഒരു സംഭാഷണം കഴിഞ്ഞു. പിന്നെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമലയും നമ്മുടെ ശിവനും കൂടെ വരികയാണ് കേട്ടോ. അപ്പം മക്കളെല്ലാവരും വന്നല്ലോ. അപ്പം കമല വെളിയിൽ നിന്ന് ഇങ്ങനെ കയറി വന്നപ്പോൾ കാറൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. കാറ് കിടക്കുമ്പോഴത്തേക്കും ഇതാരാ വന്നിരിക്കുന്നത്? എന്തോ അതായത് നമ്മുടെ രോഹിത്ത് വണ്ടി ഓടിച്ചുകൊണ്ടാണല്ലോ വന്നത്. രോഹിത്ത് 6 ഒരു വണ്ടി എടുത്തായിരുന്നു. 6 വണ്ടിയല്ല, നമ്മുടെ ബാലചന്ദ്രൻ്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെ വണ്ടി, അതായത് മാനേജറുടെ വണ്ടിയും കൊണ്ടാണ് വന്നിരിക്കുന്നതല്ലോ. അപ്പോൾ ആ വണ്ടി കിടക്കുന്നതുകൊണ്ട് പെട്ടെന്നൊന്ന് നോക്കുകയാണ്. പരിചയമില്ലാത്തൊരു വണ്ടി, പെട്ടെന്ന് മനസ്സിലാകുന്നില്ല നമ്മുടെ കമലയ്ക്ക്. അപ്പം കമലയും നമ്മുടെ ശിവനും കൂടെ വെളിയിൽ എങ്ങോട്ടോ പോയ ഒരു സമയത്തായിരുന്നു. അപ്പം പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പരിചയമില്ലാത്തൊരു വണ്ടി. അപ്പം നോക്കി അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും നിരന്ന് നിൽപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരെയും കണ്ടതും നിങ്ങളായിരുന്നോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ അങ്കിളെ, അല്ല ഞങ്ങൾ വന്നത് നിങ്ങൾ വന്നത് എന്തായിരുന്നു? അമ്മേനെ കാണാൻ വന്നതായിരിക്കും അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ അമ്മേനെ
അമ്മേനെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. ഞങ്ങൾക്ക് അമ്മേനെ കാണുക മാത്രമല്ല, അമ്മയോട് സംസാരിച്ച് അമ്മേനെ കൂട്ടിക്കൊണ്ട് പോകാനാണ് വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മേനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്കെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വൈജ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ വൈജ പറഞ്ഞു, അമ്മേനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്ന മക്കൾ അമ്മേനെ കൂട്ടിക്കൊണ്ട് പോകാനൊന്നും തോന്നുന്നില്ല, വന്ന വഴിക്ക് വിളിച്ചോണ്ട് വന്നവളെയും കൊണ്ട് ഇറങ്ങിപ്പോക്കോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ അമ്മയുടെ തനി സ്വഭാവം ചിലപ്പം കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശിവൻ പറയുന്നുണ്ട്, പൊന്നു മക്കളെ, നിങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അയച്ചു തരാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അവളോട് മാക്സിമം ഞങ്ങൾ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പം അമ്മാവനും മക്കളൊക്കെ കൂടി ചേർന്ന് എൻ്റെ കുറ്റം പറച്ചിലായിരിക്കുമല്ലോ, നടക്കട്ടെ, ഞാൻ ഇവിടുന്ന് മാറിപ്പോക്കോളാം, എനിക്ക് വേറെ ഒന്നുമല്ല പറയാനുള്ളത്. ഇവിടെ ഒരുത്തി വന്നിട്ടുണ്ടല്ലോ, അവളെയും കെട്ടി നിങ്ങൾ വെച്ച് പൊറപ്പിച്ച് അകത്ത് വെച്ച് പൊറപ്പിച്ചോ. അവിടെ അവൾ കാല് കുത്തിയതാ, അവിടെ തുടങ്ങിയത് കഷ്ടകാലം. ഇവിടെയും അവളൊന്ന് കാല് കുത്തിയതാ. ഇനിയിപ്പോൾ അവൾ ആരുടെ തലയെടുക്കാനോ ആരെ കൊണ്ടുപോകാനാ വന്നതെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അലീന ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം അലീനയ്ക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നമ്മുടെ അലീന ഉള്ളത്. അപ്പം അലീന കേട്ടിട്ട് മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. കാരണം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അലീന മൈൻഡ് ചെയ്യാൻ പോയാൽ പിന്നെ മൈൻഡ് ചെയ്യാനേ സമയം കാണത്തുള്ളൂ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയോട് മനു സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പം മനു ഇങ്ങനെ അലീനയുടെ അടുത്ത് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമ്മുടെ കമല അങ്ങോട്ട് മനുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, നീ അവളെയും വിളിച്ചു മാറ്റി ഒളിച്ചും കണ്ടും പതുങ്ങിയും സംസാരിക്കാനാണ് നിന്റെ വിചാരമെങ്കിൽ അതുകൂടെ നടക്കാൻ പോകുന്നില്ലെന്ന് മനുവിനോട് പറഞ്ഞപ്പം, അമ്മ എന്ത് വൃത്തികേടാ അമ്മ ഈ പറയുന്നത്, നാണമില്ലേ അമ്മയ്ക്ക് ഇതൊക്കെ പറയാനായിട്ട്? അവൾ ഒളിച്ചും പാത്തും നിർത്തി ഒന്നും സംസാരിക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടുമില്ല, സംസാരിക്കാറുമില്ല. ഞാൻ അവളോട് സംസാരിക്കാണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചത് എനിക്ക് സംസാരിക്കാൻ പറ്റൂല. പിന്നെ അമ്മ ഈ പറയുന്നതിന് എന്താ അർത്ഥമായിരിക്കുന്നത്? പിന്നെ അവളെ ഞാൻ ഒളിച്ചും പാത്തും സംസാരിപ്പിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ സംസാരിച്ചെന്നും ഇരിക്കും. അതുകൊണ്ട് അമ്മ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കേണ്ട. വെറുതെ എന്തിനാ സ്വന്തം പല്ലിൻ്റെ ഇട കുത്തി മണപ്പിക്കുന്നത്? ഒരു കാര്യം ചെയ്യും, അങ്ങ് ചെന്ന് പറഞ്ഞു കൊടുക്കാൻ നോക്ക്. ഈ പറയുന്ന കമലാ മേഡം വൈജ മേഡത്തിനോട് എന്ന് പറഞ്ഞോ, എങ്ങനെയെങ്കിലും മക്കളുടെ കൂടെ പോയി നിൽക്കുക, ഇല്ലെങ്കിൽ ലാസ്റ്റ് ഒന്നുമില്ലാത്തൊരവസ്ഥയായി പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്താ ചെയ്തത്? ഞാൻ അവളെ പിടിച്ച് ഇവിടെ നിർത്തിയോ? ഇല്ലല്ലോ. അവളിവിടെ നിൽക്കുന്നതിൽ എനിക്കും വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ആരിവിടെ നിൽക്കുന്നത് താല്പര്യം? അമ്മയ്ക്ക് ആരും ഇവിടെ നിൽക്കുന്നത് താല്പര്യം? ഞാൻ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്ന അമ്മയ്ക്ക് താല്പര്യം ഇല്ലെന്ന് അറിയാം. ഏതായാലും ഒന്ന് ഉപദേശിക്കാൻ നോക്ക്, ഉപദേശിച്ച് നേരെയാക്കാൻ നോക്ക്. നേരെ ആവത്തില്ലെന്നറിയാം. അപ്പോൾ പിന്നെ എന്നാലും അമ്മേനെ കൊണ്ട് പറ്റുന്നൊന്ന് ചെയ്യാൻ നോക്കെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കമലയോട്. കമലയാണെങ്കിൽ എന്തേലും കാണിക്കട്ടെ, ഈ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി പോയാൽ മതി, വേറെ വാടക വീടെടുത്ത് താമസിച്ചാലും കുഴപ്പമില്ല, ഈ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി ഒന്ന് പോയാൽ മതി എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മുടെ കമല ഇരിക്കുന്നത്. വൈജ ഇറങ്ങി പോയാൽ മതി എന്ന് ഓർത്തോട്ട്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീന വരുന്നുണ്ട്. അപ്പോൾ അലീന വന്നിട്ട് അലീന പറയാ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ അലീന സംസാരിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ വേറെ ഒന്നിനും അല്ല ഇവരെ കൂട്ടിക്കൊണ്ട് വന്നത്. മേഡം താമസിക്കേണ്ടത് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ തന്നെയാണ്. ഞാനൊരു അധികപ്പറ്റാണെങ്കിൽ പറഞ്ഞല്ലോ, ഞാനൊരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ പൊക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് പോവുക തന്നെ ചെയ്യും. ഒരിക്കലും ഞാനവിടെ സ്ഥിരവാസത്തിനോ സ്ഥിരതാമസത്തിനോ വന്നതല്ല. അങ്ങനെ വരാമെങ്കിൽ എനിക്ക് ഇന്നല്ലായിരുന്നു, എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരായിരുന്നു. അതിനുള്ള കാരണവും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഞെട്ടിപ്പോയി കേട്ടോ ഈ പറയുന്ന ശിവന്. ഇനി സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമെന്ന് അറിയത്തില്ലല്ലോ അലീന. പക്ഷേ അലീന സത്യങ്ങളൊന്നും വിളിച്ച് പറയുന്നൊന്നുമില്ല, അതൊക്കെ പറഞ്ഞങ്ങോട്ട് വിഴുങ്ങി അങ്ങോട്ട് വിടുകയാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പം നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ അലീന നിൽക്കുക തന്നെ ചെയ്യും. വൈജയാണെങ്കിൽ പുതിയ വീടെടുത്ത് താമസം മാറാനൊക്കെ സെറ്റാക്കുകയൊക്കെ ചെയ്യും കേട്ടോ, പുതിയ വീടെടുക്കുകയൊക്കെ ചെയ്യും. പുതിയ വീട്ടിലേക്ക് ബബിതയും രോഹിത്തും അതുപോലെ കൃഷ്ണമോളൊക്കെ ചെന്ന് വിളിക്കാനൊക്കെ പോകും. പക്ഷേ ഈ പറയുന്ന നമ്മുടെ രോഹിത്ത് വരാനൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നമ്മൾ ഇനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയല്ലേ, എല്ലാവരും കാണണം കേട്ടോ. നമ്മൾ രാവിലെ ഫുൾ വിശേഷവും വൈകിട്ട് പ്രമോ വിശേഷവും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്കമിങ് വിശേഷം നമ്മൾ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതേപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.